ദൃശ്യം 3യുടെ ബോക്സ് ഓഫീസിലെ വിളയാട്ടം കണ്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. അതുപോലെ തന്നെ ട്രാക്കർമാർ ഓരോ റിപ്പോർട്ടുകളും പുറത്തുവിടുമ്പോൾ അതിശയപ്പെടുത്തുന്ന നമ്പറുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 20.05 കോടി ദൃശ്യം 3 നേടിക്കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 9 കോടിയാണ് ദൃശ്യം 3 സ്വന്തമാക്കിയത്. ആദ്യത്തെ ദിവസം അത് 10 കോടിക്ക് മുകളിലേക്ക് സഞ്ചരിച്ചിരുന്നു. എന്നാൽ ഇന്ന് മൂന്നാം ദിവസം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദൃശ്യം 3 2200+ ഷോകളിൽ നിന്നും ട്രാക്ക് ചെയ്ത് രാവിലെ 10:30 വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ തന്നെ 7.15 കോടി അപ്പോഴേ മറികടന്നിരിക്കുകയാണ്. എന്തായാലും ദൃശ്യം 3 ഇന്നേ ദിവസം എൻഡ് ചെയ്യുമ്പോൾ 9.5 കോടിക്ക് മുകളിൽ ഗ്രോസ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടുമെന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ 3 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ ചിത്രം 30 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം നേടും. ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 20Kക്ക് മുകളിലുള്ള ടിക്കറ്റ് സെയിൽ ചെയ്യുന്നുമുണ്ട്. ബുക്ക് മൈ ഷോ മാത്രമല്ലല്ലോ, മറ്റ് ബുക്കിംഗ് ആപ്പുകളും അതുപോലെ തന്നെ ഡയറക്റ്റ് തിയേറ്ററിൽ ബുക്കിംഗും ഒക്കെ ഉണ്ടല്ലോ. അവിടെ നിന്നൊക്കെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഞെട്ടിപ്പിക്കുന്ന വിധമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസം തന്നെ ഡൊമസ്റ്റിക്കിൽ നിന്നും 12.85 കോടി നേടിയെന്ന കണക്കും ട്രാക്കർമാർ പുറത്തുവിടുന്നുണ്ട്. കർണാടകയിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, റെസ്റ്റ് ഓഫ് ഇന്ത്യയിലൊക്കെ മികച്ച രീതിയിലുള്ള കളക്ഷൻ ദൃശ്യം 3 നേടുന്നു എന്നതും കൗതുകമാണ്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മിക്സഡ് റിവ്യൂ വെച്ച് ദൃശ്യം 3 മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്ക് മൈ ഷോ ട്രെൻഡ് പോലും തുടരുവും എമ്പുരാനും കാണിച്ചിട്ടില്ല എന്നതുകൂടി അനലൈസ് ചെയ്യുകയാണ് ഓരോ ട്രാക്കർമാരും. കാരണം ഇനി വരാൻ പോകുന്ന പല സിനിമകൾക്കും ഇതേപോലുള്ള ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ ദൃശ്യം 3 സീരീസ് ആയതുകൊണ്ടാണ് ഈ ഒരു ലെവലിലുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടും ഗംഭീര രീതിയിൽ ബോക്സ് ഓഫീസിൽ മുന്നേറുന്നത്. ഇനിയിപ്പോൾ തരൺമൂർത്തി മോഹൻലാൽ ചിത്രം അതിമനോഹരം വരുമ്പോൾ ഇതേ ഒരു ട്രെൻഡ് കാണാൻ സാധിക്കും. കാരണം തുടരുമെന്ന ചിത്രത്തിന് ശേഷം ഇതേ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹൈപ്പ് ഉള്ളതുകൊണ്ട് ചിത്രത്തിന് ഒരു മിക്സഡ് ആണെങ്കിൽ പോലും ഇതുപോലൊരു ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. മലയാളത്തിന് വമ്പൻ പ്രതീക്ഷയോടെ എത്തിയ ചിത്രമാണ് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം 3. പ്രതീക്ഷകളെല്ലാം കാത്തുകൊണ്ട് കളക്ഷനിൽ വമ്പൻ നേട്ടമാണ് ചിത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രീ റിലീസ് ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ ഒഫീഷ്യലായി പറഞ്ഞു കഴിഞ്ഞു. ജോർജ് ജൂഡിയുടെ മൂന്നാം വരവ് വെറുതെ ആയില്ല എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. മോഹൻലാലിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. രണ്ടാം ദിവസം കണക്കുകൾ വരുമ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ 100 കോടി പിന്നിടുമെന്ന പ്രതീക്ഷ വെക്കുകയാണ്. കാരണം പ്രൊഡ്യൂസറുടെ കണക്ക് വെച്ച് 100 കോടിയുടെ പോസ്റ്റർ ചിലപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. ട്രാക്കർമാർ പറയുന്നത് മൂന്നാമത്തെ ദിവസം ഈ ചിത്രം 100 കോടി മറികടക്കും എന്നാണ്. തിയേറ്ററിൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുന്ന ചിത്രം OTTയിൽ എവിടെയാണ് സ്ട്രീം ചെയ്യുന്നത് എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത്. എന്നാൽ OTTയിൽ കാണുന്ന അനുഭവമല്ല തിയേറ്ററിൽ കിട്ടുക. തിയേറ്ററിൽ പ്രേക്ഷകന് കിട്ടിയ അനുഭവം അത് വേറൊരു രീതിയാണ്. മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ വലിയ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഗംഭീര പ്രകടനമാണ് മോഹൻലാൽ ആ ബിഗ് സ്ക്രീനിൽ കാണിച്ചു വെച്ചത്. അതിനൊപ്പം തന്നെ BGM കൂടി ചേരുമ്പോൾ തിയേറ്റർ അനുഭവം വേറെ ലെവലാക്കുന്നുണ്ട് ദൃശ്യം 3. ദൃശ്യം 3ക്ക് ഇത്രയും ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. ഇനി വരാൻ പോകുന്ന പാർട്ടുകളിലും ഇതിലും മികച്ചതായി ജിത്തു ജോസഫ് പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുമെന്നും പ്രേക്ഷകർ അനുമാനിക്കുന്നുണ്ട്. എന്തായാലും ചിത്രം ഇന്നേ ദിവസം 100 കോടി മറികടന്നു എന്ന കാര്യങ്ങൾ കൂടി ട്രാക്കർമാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആ ഒരു ആഘോഷം തന്നെയാണ് പ്രേക്ഷകർ തുടങ്ങാൻ പോകുന്നതും. എന്തായാലും ദൃശ്യത്തിന്റെ ഈ ഗംഭീര വിജയം ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സാക്ഷാൽ ബോളിവുഡുകാർക്ക് തന്നെയാണ്. ബോളിവുഡിലെ ഓരോ പ്രേക്ഷകരും ഇത് വലിയ രീതിയിൽ അവരെ നിരാശപ്പെടുത്തുന്നുണ്ട്. അവരുടെ അജയ് ദേവ്ഗന്റെ ദൃശ്യം 3 ആണ് അവർക്ക് വലിയ താല്പര്യം. അതുകൊണ്ട് തന്നെ അവരുടെ പല പോസ്റ്റുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വിധേയമാകുന്നുണ്ട്. മലയാളികൾ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് എത്തുന്നതുമുണ്ട്. അതൊക്കെ ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളിവിടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർക്ക് ഫ്രസ്ട്രേഷൻ ആണ്. കഴിഞ്ഞ ദിവസമാണ് ചില താരങ്ങൾ ഷൂട്ട് പൂർത്തിയായെന്നുള്ള കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ദൃശ്യം 3യുടേതായി ബോളിവുഡിൽ നിന്നും അപ്ഡേറ്റുകൾ പങ്കുവച്ചത്. എന്നാൽ ഇവിടെ വലിയ രീതിയിലുള്ള വിമർശനം ബോളിവുഡുകാർ പറഞ്ഞു വെക്കുന്നു. അതിനൊപ്പം മറുപടിയുമായി മലയാളികളും. മല്ലു ദൃശ്യം 3 വലിയൊരു നിരാശയാണ്. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു. താരതമ്യങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ അജയ് ദേവ്ഗൺ പതിപ്പ് ആവശ്യമായ സഹായം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ബോക്സ് ഓഫീസ് റണ്ണോ മികച്ച അഭിപ്രായങ്ങളൊന്നും അവരുടെ കണ്ണിൽപ്പെടുന്നില്ല. നെഗറ്റീവ് മാത്രമാണ് അവർ എടുത്തു പറഞ്ഞുകൊണ്ട് എത്തുന്നത്. നെഗറ്റീവ് ആരാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അത് മോഹൻലാൽ ഹേറ്റേഴ്സും മറ്റു ചില ആൾക്കാരുമാണ്. അത് മാത്രം എടുത്തുകൊണ്ടാണ് ബോളിവുഡുകാർ അവരുടെ വലിയ രീതിയിലുള്ള വിമർശന സ്വരങ്ങൾ എടുത്തു വെക്കുന്നത്. ഇനിയിപ്പോൾ അജയ് ദേവ്ഗന്റെ പടം അവിടെ വമ്പൻ ഹിറ്റായി കഴിയുമ്പോൾ അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും. എത്ര പറഞ്ഞാലും മല്ലൂസിനെ ഒന്ന് താഴ്ത്തി വെക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. അത് ദൃശ്യം 3യിലൂടെ സ്വാഭാവികമായും നടക്കുമല്ലോ. അത് തന്നെയാണ് ഇവിടെ കാണാനും സാധിക്കുന്നത്. എന്നാൽ അതിന് മറുപടി പറയുന്ന പ്രേക്ഷകരാണ് കൗതുകം ജനിപ്പിക്കുന്നത്. അജയ് ദേവ്ഗൺ തുടരുമെന്ന സിനിമ റിഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് മോഹൻലാലിന്റെ സിനിമയാണ്. റീമേക്ക് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം തുടരുമെന്ന സിനിമയെ എടുത്തിരിക്കുന്നതെന്ന് സാക്ഷാൽ തരൺമൂർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വിജയങ്ങൾ അജയ് ദേവ്ഗണ് ബോളിവുഡിൽ കൊടുക്കാൻ കഴിയുന്നോ അതെല്ലാം റീമേക്കിലൂടെ മാത്രമാണ്. അതും കൂടുതലും ദൃശ്യവും മോഹൻലാലിന്റെ തുടരവും പോലുള്ള സിനിമകളാണ് അദ്ദേഹം എടുത്തു വെക്കുന്നത്. ഇതവിടെ ഹിറ്റാകുമ്പോൾ പിന്നെ അവരുടെ സ്വന്തമായി പിന്നെ ഇതുപോലുള്ള പറച്ചിലുകളാണ് മിക്കവാറും നടത്താറുള്ളത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നടക്കുന്നത്. എന്നാൽ ഇവിടെ ദൃശ്യം 3 100 കോടിയും അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് കണ്ണിൽ പിടിക്കുന്നില്ല.